കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സ്ഥാനാർത്ഥികളെ INA ഡെമോക്രാറ്റിക് ഇലക്ഷൻ പാർലമെന്ററി ബോർഡ് ചെയർമാൻ കരീം പുതുപ്പാടി പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് പുറവൂർ മത്സരിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പേരാവൂരിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV സലീം, കൊയിലാണ്ടിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PT ഖദീജ ടീച്ചർ പയ്യോളി, എറണാകുളം ജില്ലയിലെ പറവൂർ നിയോജക മണ്ഡലത്തിൽ ഷെരീഫ് മൈലാഞ്ചിക്കൽ, വട്ടിയൂർക്കാവ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ I ജേക്കബ് എബ്രഹാം എന്നിവരാണ് മത്സരരംഗത്ത് ഉണ്ടാവുക. 8 വർഷത്തോളമായി UDFനെ നിരുപാധികമായി പിന്തുണയ്ക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരികയാണ്. നാളിതുവരെയായിട്ടും മുന്നണിയിൽ അർഹമായ പ്രാതിനിധ്യം നൽകുവാൻ UDF നേതൃത്വം തയ്യാറായിട്ടില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം പരിഗണന ലഭിച്ചില്ല. 8 വർഷത്തോളം പാർട്ടി പ്രവർത്തകരുടെ വോട്ടും അധ്വാനവും UDFന് വേണ്ടി സമർപ്പിച്ചു. UDFന്റെ ഉന്നത ചർച്ചകൾ നടത്തിയപ്പോഴും നിങ്ങളുടെ കാര്യം നേതാക്കന്മാരുമായി നിരന്തര പരിഗണനയിലുണ്ടെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഇനിയും UDFനെ പിന്തുണച്ച് മുന്നോട്ടു പോകാൻ കഴിയുകയില്ല. അതിനാലാണ് ഞങ്ങൾ മത്സരരംഗത്ത് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരം, കൊടുവള്ളി, പെരിന്തൽമണ്ണ, പാലക്കാട്, തൃശൂർ, ഗുരുവായൂർ, കളമശ്ശേരി, ഹരിപ്പാട്, ആലപ്പുഴ, കൊല്ലം ഈ 10 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഞായറാഴ്ച കോഴിക്കോട് വെച്ച് പ്രഖ്യാപിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പല സംഘടനകളും പ്രമുഖ വ്യക്തിത്വങ്ങളും പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രൂപീകരിച്ച അന്നു മുതൽ ഐക്യജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി അന്നത്തെ കൺവീനർ, UDFന്റെ കൺവീനർ ബെന്നി ബെഹനാനുമായും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, PJ ജോസഫ് ഇവരുമൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും അർഹമായ രീതിയിലുള്ള പ്രാതിനിധ്യം ഞങ്ങൾക്ക് തരാമെന്ന് അവർ രേഖാമൂലം അറിയിക്കുകയും ചെയ്തതാണ്. അതുപ്രകാരം ഞങ്ങൾ പാർട്ടി രൂപീകരിച്ച ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യാതൊന്നും തന്നെ അവരിൽ നിന്ന് നേടിയെടുക്കാതെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണുണ്ടായത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ചർച്ച തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി കണ്ണൂരിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെയും UDF നേതാക്കളെയും ഞങ്ങൾ കാണുകയുണ്ടായി. അവർ ഞങ്ങളോട് പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന് മുന്നേയായി നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള പ്രാതിനിധ്യം UDFിൽ നിന്ന് ലഭിക്കും എന്നായിരുന്നു പറഞ്ഞത്. ഞങ്ങൾ പലതവണ വിളിക്കുമ്പോഴൊക്കെ തന്നെ ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുമെന്ന് പറയുകയല്ലാതെ വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഹാരം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അസ്തിത്വവും വ്യക്തിത്വവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അഷ്റഫ് പുറവൂർ, KV സലീം, സലാം വളപ്പിൽ, ഷരീഫ് മൈലാഞ്ചിക്കൽ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.